சீதாதேவியை பிடிக்கத்தக்கதாக கொண்டுதான் வந்து கொள்கிறான். யான் ஆ ஸ்திரீயானவளுடைய மூலை மூக்குகளில் முறிஞ்சோட ஐயோ 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 மூலை போனதே, என் மூக்கு போனதே, സൂർപ്പണകയാനും ഇവിടത്തിലെ. നിളാതീരങ്ങൾ അരങ്ങൊരുക്കിയ കലാരൂപങ്ങൾക്ക് ആ നദിയെപ്പോലെ തന്നെ അതുല്യമായ സൗന്ദര്യവും അസാമാന്യമായ രൂപലാവണ്യവുമുണ്ട്. തനത് കലാരൂപങ്ങൾ കൊളുത്തിയ സർഗാത്മകതയുടെ തിരിവട്ടം ഭാരതപ്പുഴ തടങ്ങളിലെ പഴയ തട്ടകങ്ങളിൽ ഇന്നും പ്രഭചോരാതെ നിൽക്കുന്നത് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ ഏറെ പഴമയും പ്രൗഢിയുമുള്ള ഒന്നാണ് നിഴലുകൾ കൊണ്ട് പഴന്തമിഴിൽ കമ്പരാമായണ കഥ പറയുന്ന തോൽപ്പാവക്കൂത്ത്. ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കൂത്തുമാടങ്ങൾ എന്ന പരമ്പരാഗത വേദി ഏറെയുള്ളത് നിളാതീരത്തെ ക്ഷേത്രാങ്കണങ്ങളിലാണ്. കൂത്തുമാടത്തിൽ കെട്ടിയ തിരശീലയിൽ പതിഞ്ഞ് നിഴലുകൾ പറയുന്ന കഥകൾ നിള ഒരുപാട് കേട്ടിട്ടുണ്ട്. കാലാന്തരത്തിൽ നിളയും ഒഴുക്കുനിലച്ച് കഥനകഥ പറയാനായി ആരോ കെട്ടി നിർത്തിയ തിരശീല പോലെ നിഴലുകളെ കാത്ത് നിശ്ചലമായി കിടക്കുകയാണ്. തോൽപ്പാവുകളെ കൊണ്ട് കഥ പറയിക്കുന്ന പുലവർ തന്നെ പുഴയുടെ ആ മാറ്റത്തെക്കുറിച്ച് പറയുന്നു. ലക്കിടിയിൽ വെച്ച് ഭാരതപ്പുഴയുടെ അവസ്ഥ വിവരിച്ചത് പ്രമുഖ തോൽപ്പാവ് കൂത്ത് കലാകാരൻ സദാനന്ദ പുലവരാണ്. ഇതിങ്ങനെയാണ് കളിച്ചുകൊണ്ടാ ഇങ്ങനെ കറുത്ത തുണി ഉണ്ടാവും അവിടെ, ആ കോല് വെച്ചിട്ട് തന്നെ കളിപ്പിക്കുക. പക്ഷെ ഇത് എന്താ പറയാ 200 കൊല്ലം പഴക്കമുള്ളതാണ് ഈ പാവ. ഇതൊക്കെ 200 കൊല്ലത്തിന്റെ മേലെ പഴക്കമുള്ളതാ. അത് ഒറിജിനൽ മാൻതോലാണ്. ഇത് സീതയുടെ പാവ. ഇത് 200 കൊല്ലത്തിന്റെ മേലെ പഴക്കം. അത് കാണണമെങ്കിൽ ഇതും കൂടെ നടക്കുന്നതാണ്. ഇത് മറ്റേ തോൽക്കൊല്ലന്മാരുണ്ട്, ചെരുപ്പ് കുത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് ഇത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാക്കുള്ളൂ. മറ്റൊരു 50 കൊല്ലത്തെ ഒരു 50-60 കൊല്ലത്തിന് ശേഷം ഇപ്പുറത്തേ ഉള്ളൂ ഈ കലാകാരന്മാർ പാവ ഉണ്ടാക്കുന്നത്. 400-500 കൊല്ലത്തിന് മുമ്പ് മോളൊന്നും നിൽക്കില്ല. അത് ഇവിടത്തിലായിരുന്ന് പർണശാലയ്ക്ക് പോയിക്കൊള്ളലാം കണവാ. അയ്യോ കയ്യോ മനസ്സേ, ഇതോ എനക്ക് ലഭിക്കത്തക്കതാന കണവനാലവനും ഇതോ മറ പോയി വിട്ടാൽ ഇത് ഞാൻ എന്ത് ചെയ്വേൽ മനസ്സേ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ലക്കിടിപ്പാലം കടന്നാൽ അപ്പുറം തൃശൂർ ജില്ലയിലെ പാമ്പാടി. പാലം വരുന്നതിന് മുന്നേ തൂവെള്ള മണലും കണ്ണാടി പോലെ തെളിഞ്ഞ പുഴയും മുറിച്ച് കടന്ന് പാമ്പാടിക്കും തിരുവില്ലാമലയ്ക്കും പോയിരുന്ന കാലം സദാനന്ദ പുലവരുടെ ഓർമ്മയിലുണ്ട്. ഈ തിരുവല്ലാമലയിലും ഈ ലക്കിടി ഭാഗത്തിനെയും ബന്ധപ്പെടുന്ന ഈ പാലം ഇത് ഓപ്പൺ ചെയ്തത് 1967 അതിനു മുമ്പ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ തോണി ഉണ്ടായിരുന്നു. ഒരു തോണിക്കടവാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പേരുണ്ടായിരുന്നത് പഴയ കാലത്ത് കൃഷ്ണപ്പട്ടണ കടവെന്നാണ് പേര്. ധനുമാസം വരെ നടന്നു പോകാൻ പറ്റില്ല, കാരണം ഒഴുക്കുണ്ടാകും, ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടെ ഒഴുക്കുക. അപ്പം അതിന് ശേഷം ഇത് ഇങ്ങനെയൊന്നുമല്ല ഉണ്ടായിരുന്നത്. ഇതിന് അറ്റം കാണാത്ത മണലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പറക്കോട്ടുകാവ് പൂരം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർ ഈ മണലത്താണ് ഇരിക്കുക. ഇവിടുന്ന് മായനൂർ വരെ സുഖമായിട്ട് കാണാൻ പറ്റിയിരുന്നോ. അവിടുത്തെ വെടിക്കെട്ടും കൂടി ഇവിടുത്തെ പുഴയിലിരുന്ന് ഈ മണലിലിരുന്നിട്ടാണ് കാണുക. അത്രയും വിശാലമായിട്ടുള്ള മണൽപ്പരപ്പായിരുന്നു ഈ ഭാഗത്ത്. അതായത് ലക്കിടി ഈ ഭാഗം തുടങ്ങിയിട്ട് പുഴ അവസാനിക്കുന്നവരെ മണലാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ തൊട്ട് തന്നെ പാമ്പാടിൽ നിന്ന് ആയിരക്കണക്കിന് ലോഡ് ഒരു ദിവസത്തുനിന്ന് ഇവിടുന്ന് മണൽ കോരിപ്പോയിരുന്നതാണ്. അന്ന് ഈ തടയണ ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ 1 മീറ്ററോ 1.5 മീറ്ററോ ഉയരത്തിക്കുള്ള മണൽ ഇവിടുന്ന് എടുത്തു പോയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഈ വെള്ളം കാണുന്ന പറഞ്ഞാൽ ഈ തടയണ ഉള്ളതുകൊണ്ടാണ്. ഈ തടയണ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരിറ്റ് വെള്ളം ഇപ്പം തന്നെ ഇല്ല, പുഴയിൽ. മഴ പെയ്യുമ്പോൾ വെള്ളം ഭാരതപ്പുഴയിൽ നിറയണോ,
അത് കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോണു. പിന്നെ ഈ പഴയ ഭാഗത്ത് തന്നെ ഇപ്പോൾ ഈ പൂടൂർ ഭാഗത്തൊക്കെ പോയി നോക്കുകയാണെങ്കിൽ പുഴയിൽ വെള്ളം തന്നെ ഇപ്പം തന്നെ ഇല്ല. ഈ തോൽപ്പാവക്കൂത്ത് നോക്കുകയാണെങ്കിലും ഈ പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലെ കാവുകളാണ് കൂടുതൽ നടത്തി വരുന്നത്. ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ് കലകൾ മുഴുവൻ. ഈ കൃഷി എവിടെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ പുഴയോരത്താണ് കൂടുതൽ. ജലസേചനമാണല്ലോ പ്രധാന കാരണം. അന്നത്തെ റോഡ് സംവിധാനം പുഴേൻ്റെ ഓരത്തിൽ കൂടെയാണ് റോഡ് ഉണ്ടാവുക, നടപ്പാതകൾ മാത്രമേ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് നമ്മൾ അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടായി ആയി, അതിൻ്റെ തൊട്ടപ്പുറത്ത് പോയി പരുത്തിപ്പള്ളിയിലാണ് നമ്മളെ പഴയ ഈ പാവക്കഥകളിക്കാരുടെ സങ്കേതം പരുത്തിപ്പള്ളിയാണ്. അവർ മറ്റേ ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന് താമസിക്കുന്നത് ഈ പുഴയോരത്തെ തന്നെയാണ് പരുത്തിപ്പള്ളി. കോട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ പുഴയോരത്തുള്ള ഭാഗത്താണ്. നമ്മൾ മറ്റേ വൈദ്യനാഥ ഭാഗവതരൊക്കെ സങ്കേതം അവിടെയുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ഈ കലാകേന്ദ്രങ്ങളൊക്കെ ഉയരാൻ കാരണം എന്താണെന്നറിയോ? ഇവിടെയായിരുന്നു ജീവിതം തരാനുള്ള അന്നം കിട്ടിയിരുന്നുള്ളൂ. കൃഷിയുള്ളത് കൊണ്ടാണ്. കൃഷിയാണല്ലോ പ്രധാന കാരണം. ചോറുണ്ടായാലേ കലകൾ വരുള്ളൂ. വയറ് വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കലയുമില്ല, ഒരു സംഗീതമില്ല, ഒരു പാട്ടുമില്ല. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഏത് കലാരൂപത്തിനും പ്രസക്തിയുള്ളൂ. തിരുവല്ലോമല ക്ഷേത്രത്തിലെ കുംഭമാസ ഏകാദശി ഉത്സവത്തിനോടനുബന്ധിച്ച് വലിയ ചന്ത നടന്നിരുന്ന സ്ഥലമാണ് പാമ്പാടിയിലെ ഭാരതപ്പുഴ മണപ്പുറം. പാലവും തടയണയും പിന്നെ മണലെടുപ്പിന്റെ നീണ്ട കാലങ്ങളും പാമ്പാടിയെ വല്ലാതെ മാറ്റിത്തീർത്തു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാമ്പാടിയിലെ പുഴയോരത്ത് താമസം തുടങ്ങിയ പുഴക്കടവിൽ നാരായണൻ ചേട്ടനാണ് പാമ്പാടിയുടെ പഴയകാലം ഓർത്തെടുത്തത്. ഈ തോണി ഇവിടെ കടത്തായിരുന്നു. തോണി ഇവിടെയായിരുന്നു. ബസ്സുകളൊക്കെ വന്നിട്ട് ആൾട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അവിടേക്ക് ഉണ്ടാകുന്ന റോഡാണത്. അവിടെ നിന്ന് അതുപോലെ തന്നെ അവിടെ ബസ് വരും. ബസ് അവിടെ നിൽക്കും, ആൾക്കാർ വരും. അതുപോലെ തന്നെ ഈ വഴിയിൽ എങ്ങോട്ടും കൊണ്ടുവരും. ചെക്ക് ഡാം ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ചെക്ക് ഡാം വന്നത്. ആൾക്കാർ ഒരു പരാതി കൊടുത്തു, നമുക്ക് കുടിവെള്ളത്തിനും കുളിക്കാനും വെള്ളത്തിന് ക്ഷാമമാണ്, ഇപ്പോൾ ചെക്ക് ഡാം വേണം പറഞ്ഞു. അപ്പോൾ ശരി അതും പറഞ്ഞ് ചെക്ക് ഡാം ഉണ്ടാക്കും. പഴയ കാലത്തെ മാറ്റവും ഇപ്പോഴത്തെ മാറ്റവും പറഞ്ഞാൽ, പഴയ കാലത്ത് ഒരു ഇത്ര പോകുന്നൊരു ഇതുകൂടി ഉണ്ടാവില്ല പുഴയിൽ. ഒരു ചെറുമ്പ് കൂടി ഉണ്ടാവില്ല. ചെറുമ്പ് പറഞ്ഞ് ഒരു കച്ചറാന്ന് പറയലില്ല. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ ടീച്ചർ നായർ കമ്പനി വരും. മുമ്പ് ടീച്ചർ നായർ മന്ത്രിയായിരുന്നു. അയാളുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. കുറേ താഴത്തേക്ക് പോയിട്ട് അവിടെ നിങ്ങൾ നോക്കിയാൽ ആ സ്ഥലം കംപ്ലീറ്റ് അങ്ങനെ കാണാം. മണൽ ചെക്ക് ഡാമൊക്കെ വന്നതിൻ്റെ ശേഷമാണ് ഈ മണൽ എടുക്കാൻ തുടങ്ങിയത്. ലോറി ഇവിടെ വരും. ലോറിയിൽ അങ്ങനെ കൊണ്ടുപോയില്ല. അത് ലക്കിടിയിൽ ആ ഓവിൻ്റെ ചോട് ഞങ്ങൾ ലക്കിടിയിൽ ഇവിടെ കറുത്ത് തലയിൽ തലച്ചുമടായിട്ട് വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കുറെ കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കയറ്റി വിടും. അങ്ങനെയൊക്കെയാണ്. മുമ്പ് സ്ഥിരമായിട്ട് പോയാൽ എന്ത് തന്നെയാണ്. ഏത് പങ്കുണ്ടോ, ഏത് പൊത്തുണ്ടോ, ഏത് മീനുണ്ടോ ആ മീനിനെ ഞാൻ പിടിച്ചിട്ട് വരും. ഈ വെണ്ണുള്ള ബ്രാല് ഈ മെലിങ്ങില്ലേ, മെലിങ് പറയും. മെലിങ് ആറിൽ ഏത് മീനും ഞാൻ പിടിക്കും. പെട്രോൾ മെസ് കത്തിച്ചിട്ട് ഞങ്ങൾ പോയാൽ ഇഷ്ടംപോലെ മീൻ കൊണ്ടുവരാം. നമ്മൾ ലേറ്റായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ മീനിങ്ങനെ വരും. അത് നമ്മുടെ അടുത്തേക്ക് വരേ. അപ്പോൾ വെട്ടിപ്പിടിക്കുക, കത്തി കൊണ്ട് വെട്ടിപ്പിടിക്കുക. അതോ ഒരു പാട്ട് പാടിയാലോ? അഴകാന പൊന്നത അത് കേട്ട എങ്കിരിപ്പതെല്ലാം സമ്മാനം മുന്നതാം സമ്മാനം മുന്നത ആറ്റത്തെ രസിക്കില്ലേ ആളെ താൻ രസിച്ചത് പെഞ്ചാരെ ചവിക്ക വിട്ടി പേയാട്ടം മാടല് പേയാട്ടം മാടല്. പ്രായാധിക്യവും രോഗവും തളർത്താതെ ആവേശത്തോടെ പുഴക്കഥകൾ പങ്കുവെച്ച നാരായണൻ ചേട്ടൻ പിന്നീട് 2026 ജനുവരി 25 ഈ ലോകത്തോട് വിട പറഞ്ഞു.
ഇപ്പോൾ ഒരു 40 കൊല്ലമായി ഞാൻ വന്നിട്ട് ഇവിടെ. പിന്നെ വെള്ളത്തിൽ കൂടി തന്നെ വേണം അക്കരയ്ക്ക് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ. വെള്ളത്തിൽ കൂടി തന്നെ പോകണം, അല്ലാണ്ട് വഴിയില്ല, പോയി തോണിയില്ലല്ലോ. അത് കൂടി ഞാൻ കുട്ടികളൊക്കെ അക്കരെ സ്കൂളിലെ മക്കൾ പഠിച്ചിറക്കണതേ. അപ്പോൾ അത് ആ പുഴയുടെ പക്കത്ത് കൂടി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കയറും. മണലിലൂടെ നടന്നു പോയിട്ട് പിന്നെ പുഴ അങ്ങോട്ട് കടന്നിട്ട് വേണം കുട്ടികളെ സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞാനെ കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. ഇല്ല മണൽ പണ്ടൊക്കെ എടുത്തു, പിന്നെ അതൊക്കെ പോലീസുകാരൊക്കെ നിയന്ത്രിച്ച് നിർത്തി. പണ്ടെടുക്കാൻ പാടില്ലെന്നായി. പിന്നെ വെള്ളം നിർത്തില്ല കേട്ടോ. വെള്ളം വരേണ്ട മുമ്പ് പിന്നെ വെള്ളം നോക്കെ നിർത്തിയല്ലോ. ഞങ്ങൾ പുഴയിൽ തന്നെ കുളി എല്ലാവരും. ഇവിടെ മകനൊക്കെ രാത്രി 12 മണിക്ക് വന്നാലും ഇപ്പോഴും പോയി കുളിക്കും പുറപ്പെട്ടു. ഇപ്പോൾ പേടിക്കാനില്ല, നമ്മുടെ രാജ്യമല്ലേ. ഞങ്ങളൊക്കെ പുഴയിൽ തന്നെ കുളിക്കലുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഇവിടെ തന്നെ കുളി. പുഴയിൽ വെള്ളം നിന്നാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കിണറൊക്കെ നിറയും. വെള്ളമല്ലേ ഏറ്റവും വലിയൊരു കാര്യം. കൈത്തറി വസ്ത്രനിർമ്മാണത്തിന് പേരുകേട്ട തിരുവല്ലാമല പഞ്ചായത്തിലെ കുത്താമ്പുള്ളിയിൽ വെച്ചാണ് ഭാരതപ്പുഴയിലേക്ക് ഗായത്രി പുഴ ചെന്നുചേരുന്നത്. പാമ്പാടിക്കും കുത്താമ്പുള്ളിക്കും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ പുഴ മണലുപോയി പൂർണ്ണമായും കാട് മൂടപ്പെട്ടിരിക്കുകയാണ്. നിളാതീരത്ത് മൃതദേഹം സംസ്കരിക്കുന്നതിനും ബലിതർപ്പണം നടത്തുന്നതിനുമായി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്ന തിരുവല്ലാമല പഞ്ചായത്തിലെ ഐവർമഠം കടവിൽ പുഴ പേരിന് മാത്രം കെട്ടിനിൽക്കുന്നുണ്ട്. ചുടലപ്പറമ്പിൽ കനൽ നിർത്താതെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പിതൃക്കൾക്ക് മോക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെത്തുന്നവർക്ക് ആശ്വാസമായി പുഴ ഒരു തരി പോലും അവിടെയുണ്ടായിരുന്നില്ല. തിരുവല്ലാമല പഞ്ചായത്ത് പിന്നിട്ട് പുഴയ്ക്കൊപ്പം കിഴക്കോട്ട് പോയാൽ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുകുറിശ്ശിയിലെത്താം. നിരോധനം വരുന്നതുവരെ സജീവമായി മണലെടുപ്പ് നടന്നിരുന്ന ഈ പ്രദേശത്തെ ഒരു മണൽവാരൽ തൊഴിലാളിയായിരുന്നു വിപിൻദാസ്. നിരോധനത്തിന് ശേഷമാണ് മറ്റു തൊഴിലുകളിലേക്ക് വിപിൻദാസ് തിരിയുന്നത്. പുഴയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മണൽവാരൽ ഒരു കാരണമായിരുന്നു എന്ന് വിപിൻദാസ് തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ തൊഴിലാളികളുടെ അന്നത്തെ ജീവിതാവസ്ഥയ്ക്ക് അത് ആശ്വാസമായിരുന്നതായും വിപിന് അഭിപ്രായമുണ്ട്. ബാല്യകാല സുഹൃത്തും പുസ്തക പ്രസാധകനുമായ പ്രസാദ് ദാമോദരനുമായി മണൽവാരലിനെ കുറിച്ചുള്ള പലതരം ചിന്തകൾ വിപിൻദാസ് പങ്കുവച്ചു. ആദ്യകാലം എങ്ങനെയായിരുന്നു മണലെടുപ്പ്? ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി ചെയ്യാൻ? നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇന്നത്തെ കാലം പോലെ ഇല്ല. ഒരു ഭാഗത്ത് മണലുണ്ടായിരുന്നു, ഒരു ഭാഗത്ത് വെള്ളമുണ്ടായിരുന്നു. അപ്പോൾ ഈ മണൽ പറഞ്ഞാൽ റോട്ടിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കടത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ വഴിയിൽ വണ്ടി വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ മഴക്കാലത്ത് വെള്ളത്തിൽ ചങ്ങാടത്തിൽ പോയിട്ടാണ് മണൽ വരുന്നുണ്ടാകുന്നത്. കുറേ തൊഴിലാളി ഉണ്ടായിരുന്നു. അന്നൊക്കെ ഒരു കടവിലൊക്കെ ഒരു 10-60 ആൾക്കാരുണ്ടാവും, സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും. ഏതൊക്കെ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണ്? മായനൂർ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ ഈ പെരുമുഷി ഭാഗത്തുണ്ട്, ലക്കിടി വന്നിട്ടുണ്ട്. അല്ല, ഇവർക്ക് ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുമ്പോഴേ അതിനനുസരിച്ചുള്ള കൂലിയോ അങ്ങനെ കിട്ടാറുണ്ടോ? ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ വേറെ വർക്കിന് പോകുമ്പോൾ നമ്മൾക്കൊരു നിശ്ചിത സമയവും നിശ്ചിത കൂലി ഉണ്ടല്ലോ. ഇതിനാകുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ പണി ചെയ്യുന്നതനുസരിച്ചുള്ള കൂലിയും, സ്പീഡായി പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം വീടെത്തും ചെയ്യാം, ടൈം അത്ര വരില്ല. എങ്ങനെയാണ് കൂലി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്? അത് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ ചാക്കിൽ മണൽ വരിയുണ്ടായിരുന്നു. ചാക്കിലാകുമ്പോൾ ആ ഒരു ചാക്കിന് ഇത്ര രൂപ വെച്ച് തൊഴിലാളിക്ക് കൊടുക്കും. ചില ഭാഗത്ത് പുഴേൻ്റെ ഓരത്ത് മണൽ കൂട്ടിക്കഴിഞ്ഞാൽ ലോറിയിൽ മണൽ കയറ്റും. അത് ലോറിയിൽ കയറ്റി കൊടുക്കുന്നതനുസരിച്ച് പൈസ ചിലർക്ക് കിട്ടും.
എല്ലാ കാലത്തും ഇതുപോലെ പണി ഉണ്ടാവാറുണ്ടോ? ഓ, വേനൽക്കാലത്തും മഴക്കാലത്തും എല്ലാ കാലത്തും മണലെടുക്കുന്ന സമയത്ത് എല്ലാ തൊഴിലാളികൾക്കും നല്ല ദിവസം പണി ഉണ്ടായിരുന്നു. എല്ലാ വർഷത്തിലെ എല്ലാ ദിവസവും എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ലോഡ് കയറ്റിയ പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഒരു 50-60 ലോറിക്കൊക്കെ കയറ്റും ഒരു ഒരു ദിവസം. ആണോ? ചെറിയ വണ്ടിയും ട്രാക്ടർ, ലോറി, പിന്നെ ചെറുവണ്ടികളായിട്ടൊക്കെ ഒരു 10-50-60 ലോറിയൊക്കെ പോകും. അപ്പൊ എത്ര തൊഴിലാളികൾ ഉണ്ടാവും? തൊഴിലാളികൾ അതുപോലെ തന്നെ ഓരോ കടവിലും 50-60 ആൾക്കാരുണ്ടാവും. അല്ല, എല്ലാ കടവിലല്ല, ഒരു കടവിൽ നിന്ന് എത്ര? ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിലൊക്കെ ഒരു 10-75 ആൾക്കാരുണ്ട്, സ്ത്രീകളും ആണുങ്ങളായിട്ട്. അതെ, ഓക്കെ. ഒരു സിമെന്റ് ചാക്ക് ഫുള്ളായിട്ട് ഒരു 65-70 ചാക്ക് ഇട്ട ഒരു ചെറിയ ടിപ്പറിനായി നിസാൻ വണ്ടി അതിനൊരു ലോഡാവും. അത് 150 ചാക്ക് ഇട്ട നമ്മളൊരു ലോക്കൽ ലോറിക്കുള്ള ലോഡായി. അങ്ങനെ ഒരു കരാറ് കൊടുക്കും അവർ. പക്ഷേ ഈ പുഴയിന് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് വണ്ടി വരാൻ കഴിവില്ലെങ്കിൽ, വഴിയില്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കയറ്റിയിടും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അങ്ങനത്തെ കരാറ് പണി കൊടുക്കും. ഒരു ചാക്കിന് ഇത്ര, ഒരു ലോഡിന് ഇത്ര രൂപ ആണ്. അപ്പോൾ അവർ ഈ അളവുണ്ടാവല്ലോ, 150 ചാക്ക് ഇട്ടാൽ 60 രൂപ വെച്ച് കൊടുക്കും. അന്ന് കാലത്ത് സ്ത്രീകൾക്ക് ഒരു 3000 രൂപ കിട്ടും ഒരു ദിവസം. ഒരു സ്ത്രീക്കാണോ കിട്ടുന്നത്? ഒരു സ്ത്രീക്കല്ല, 4 സ്ത്രീകൾക്ക്. പട്ടാമ്പി തൃത്താല അവിടെ എത്തുമ്പോഴേക്ക് ഈ പുഴയില്ലേ, ഇവിടെ അങ്ങോട്ട് എത്തും തോറും നല്ല വീതി കൂടും. അപ്പൊ ഈ വീതി കൂടുന്തോറും ഓരോ ഭാഗത്ത് മണല് തരം തിരിച്ചാൽ മതിയാവും. ഈ ഭാഗത്ത് തരി ഉണ്ടാവും, ഈ ഭാഗത്ത് നൈസ് മണൽ ഉണ്ടാവും. അപ്പോൾ ഉപഭോക്താക്കൾക്ക്, ഈ മണലിന്റെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ തേപ്പ് പണിക്കാണെങ്കിൽ ആ സൈസ് തരുവന്ന തൊഴിലാളികളത് വെട്ടിക്കയറ്റി കൊടുക്കും. വാർപ്പിനാണെങ്കിൽ ആ ഭാഗത്തിന് കയറ്റി കൊടുക്കും. അപ്പം അങ്ങനത്തെ ഒരു ഗുണം ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഈ ഭാഗത്തിന് എടുക്കുന്ന മണലൊക്കെ അങ്ങനെയല്ല, ചരൽ മണ്ണായിരിക്കും. കൂടുതൽ പുഴ അങ്ങോട്ട് ദൂരം കൂടുന്തോറും വീതി കൂടുമ്പോ നല്ല മണലായിട്ട്. അതെ. സംതൃപ്തനായിരുന്നോ ഈ തൊഴിലിൽ? സംതൃപ്തനായിരുന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലും കൂടി ഒരുപാട് കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ജോലി എന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രമാണ് വർണ്ണിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എന്നെക്കാട്ടും സീനിയർ അവർ കുട്ടികളെ നന്നായി കോളേജിൽ വിട്ടാക്കി പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഇന്ന് ആ പണികളൊക്കെ നിർത്തിയപ്പോൾ അവർ പലതരം പണിക്ക് പോകുമ്പോൾ പഴയ പോലെ പറ്റില്ല. ഇപ്പൊ സ്ത്രീകളൊക്കെ തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോ പണ്ട് മണൽ വരുമ്പോ സ്ത്രീകളൊക്കെ ഇപ്പോഴും വരുന്നുണ്ടോ? അത് തൊഴിലുറപ്പിന് പോകുന്നുണ്ടോ കൂടുതൽ? ഇല്ല, ഇപ്പൊ അവര് തൊഴിലുറപ്പിന് പോയി. പിന്നെ ഇത് കുറച്ച് നിയമങ്ങളൊക്കെ വന്നല്ലോ, അപ്പൊ നിയമങ്ങൾ വരാണ്ട് അവര് ഈ പണിക്ക് വരാണ്ട്. മണലിന്റെ നിരോധനം വന്ന ശേഷമാണോ തൊഴിലിൽ നിന്ന് വിട്ടുപോകാൻ കാരണം? മണലിന് നിരോധനം വന്നപ്പോ കാര്യം മാത്രമല്ല, മറ്റുള്ള തൊഴിലാളികൾ പൊതുവായിട്ട് ഒരുപാട് തൊഴിലാളികൾ എന്റെ അറിവിൽ തന്നെ ഒരു 10-250 തൊഴിലാളികൾ പല ഭാഗത്തിനും ഇതിനായിട്ട് വന്ന് ചെയ്തിരുന്ന ആൾക്കാർ പല പണികൾക്ക് മാറി. അന്ന് ചെയ്ത തൊഴിൽ പോലെ അവർക്ക് ഇപ്പോഴും മെച്ചം വന്നില്ല. ഇപ്പൊ പുഴയിൽ ഇതുപോലെ കുറെ പുല്ലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പുല്ലില്ലേ? ഇത്രത്തോളം പുല്ലുണ്ടായിരുന്നോ? അതോ മണ്ണെടുപ്പിന് ശേഷമാണ് ഇങ്ങനെ പുല്ല് മുളച്ചു വന്നത്? കാലക്രമേണയാണോ വന്നത്? അതോ ഇത്രയും ഉണ്ടായിരുന്നില്ല. മണലെടുപ്പൊക്കെ തുടങ്ങിയ ശേഷം തന്നെയാണ് വന്നത് പുല്ല് വന്നത്. ചില ഭാഗത്ത് ഇടിയിലൊക്കെ വന്നത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാന്ന് ഞാൻ പറയില്ല. അന്ന് പുഴയുടെ അവസ്ഥ ഏതായാലും ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാം. പക്ഷേ ഈ മണല് ഒരുവിധം ചെറിയ തോതിൽ എടുക്കണ കുഴപ്പമില്ല, വലിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഈ പറയും പോലെ സംഭവിക്കുന്നത്. ഒരു കാലത്ത് മണല് വാരിയിരുന്ന തൊഴിലാളികൾ പലരും മറ്റു പല ജോലികളിലേക്കും ഇന്ന് മാറിപ്പോയിട്ടുണ്ട്. വീണ്ടും മണല് വാരാൻ ഒരുങ്ങുന്ന സർക്കാർ തീരുമാനത്തിനൊപ്പം ഇനി പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് തീർച്ചയായും വലിയ യന്ത്രങ്ങളായിരിക്കും. അണക്കെട്ടുകളും തടയണകളും മണൽ ലോറികളും പുഴയെ തേടി എത്തുന്നതിന് മുമ്പുള്ള നിളയുടെ നിറക്കാഴ്ചകൾ ഓർക്കുകയാണ് കവിയും ഒറ്റപ്പാലം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ പി.ടി. നരേന്ദ്രമേനോൻ.
എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും കൂട്ടുകാരും ചിലപ്പോൾ പാടം മറിച്ച് കിടന്ന് പാതയും മറിച്ച് കിടന്ന് ഊടുവഴികളിലൂടെ ഭാരതപ്പുഴയുടെ മണൽത്തട്ടിൽ ചെന്നു ചേരുമായിരുന്നു. അവിടെ ആ മണൽത്തട്ടിൽ മലർന്നു കിടന്നുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രജാലങ്ങളെ നോക്കിക്കിടക്കുമായിരുന്നു. അലൗകികമായ ഒരു അന്തരീക്ഷം ആ പുഴയുടെ തീരത്ത് അക്കാലത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് മലമ്പുഴ അണക്കെട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന 10-18 ചെറിയ ചെറിയ അണക്കെട്ടുകളുണ്ടായിരുന്നില്ല. സഹ്യൻ്റെ ആ മലനിരകളിൽ നിന്ന് സമൃദ്ധമായി ഒഴുകി വന്ന ജലം ഭാരതപ്പുഴയെ അഹോരാത്രം ആദ്യന്തവർഷം ജലം സമൃദ്ധമാക്കിയിരുന്ന ആ ഒരു കാലഘട്ടം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അണക്കെട്ടുകൾ വന്നത്. അതോടുകൂടി ജലം ശോഷിച്ചു പോയി. എന്നിട്ടും അക്കാലത്തും ഭാരതപ്പുഴയിൽ ജലമുണ്ടായിരുന്നു. പിന്നീടാണ് മണലെടുപ്പ് എന്ന ആ മഹാവിപത്ത് എത്തിച്ചേർന്നത്. ഭാരതപ്പുഴയുടെ ഇരുഭാഗത്തും വരികളായി ലോറികൾ നിർത്തിയിട്ടിരുന്ന കാഴ്ച എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഭാരതപ്പുഴയുടെ ഒരു വലിയ ഭാഗം മണ്ണായി. അവിടെ കുറ്റിക്കാടുകൾ വളരാൻ തുടങ്ങി. ആ കുറ്റിക്കാടുകളിൽ ചില ചെടികൾ വൃക്ഷങ്ങളായി മാറി. ഇന്നത്തെ ദയനീയമായ ശോചനീയമായ അവസ്ഥ ഒരു വലിയ സാംസ്കാരിക നഷ്ടം തന്നെയാണ്, വിപത്ത് തന്നെയാണ്. ഞാൻ ഈ ഭാരതപ്പുഴയുടെ ദുര്യോഗത്തിൽ മനം നൊന്തുകൊണ്ട് നിലയ്ക്ക് ഒരു നിലത്തിറക്കി ചിന്ത എന്നൊരു കവിത മാതൃഭൂമി വീക്കിലിയിൽ പ്രസിദ്ധീകരിച്ചത്. ഇവിടെ നക്ഷത്രപ്പൊടിയലിയുന്ന മിഴികൾ 1000 തിരി കൊളുത്തുമാറുണരും കാരുണ്യക്കരയുടെ മിന്നാമിനുങ്ങുകൾ തുടുവറ് തണുപ്പിക്കുമരിയ ചിന്തുകൾ പൊടിയുമെല്ലിൻ്റെ കഥനത്തെപ്പോലും വെളിച്ചമായി മാറ്റുമിളം തണുപ്പുകൾ നിലയിടറുന്ന നിലവുകൾ മാത്രം നിനക്കിന്നു നീറും മുറിവുകൾ മാത്രം. പെരിങ്ങോട്ടുകുറിശ്ശിക്ക് കിഴക്ക് പാലക്കാട് ജില്ലയിലെ പറളിയിൽ വെച്ചാണ് കൽപ്പാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയും സംഗമിച്ച് നിള പിറവിയെടുക്കുന്നത്. ഇരുപുഴകളെ കൂട്ടിച്ചേർത്ത് ആവേശത്തോടെ പടിഞ്ഞാറേക്കൊഴുകുന്ന ഈ പ്രവാഹം പകുതിയിൽ നിലച്ചു പോകുമെന്ന് ഇവിടെ വെച്ച് പുഴ അറിയുന്നുണ്ടാകുമോ?